അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഒരു മുസ്ലിയരുടെ വോയിസ് കേൾക്കാനിടയായി. ഒരു ഗ്രൂപ്പിൽ വന്ന ചർച്ചയല്ല, ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന ആളുകളെ ഫസാദിലാക്കാൻ വേണ്ടി ഗ്രൂപ്പിലിട്ട ഒരു വോയിസ്. കാരണം മദീന പള്ളിയും ആയിഷ ബീബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടും ഒരു വാതിലിന്റെ അപ്പുറത്ത് ഇപ്പുറത്താണ്. ഒരേ ബിൽഡിംഗിൽ ഒരു ഭാഗത്ത് പള്ളിയും അതേ ഒരു ഡോറ് ഇപ്പുറം കടന്നാൽ റസൂലുള്ളാഹിന്റെ വീടാണ്. ആ സമയത്ത് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ ഒരാളും, പ്രത്യേകിച്ച് ആയിഷ ബീബി, അത്ര അടുത്ത് പൊരയായിട്ട് പള്ളി ഉണ്ടായിട്ട് പോലും ഒരു ജമാഅത്തിൽ പങ്കെടുക്കുകയോ ഇഅ്തികാഫിരിക്കുകയോ ചെയ്തിട്ടില്ല. എന്നിട്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയെ, ഞാൻ ഇഅ്തികാഫിരിക്കാൻ പള്ളി പോയിക്കോട്ടെ, ജമാഅത്തിൽ പങ്കെടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, പെണ്ണിന് പൊരയാ മോളെ ഏറ്റവും നല്ലത്. ഇങ്ങനെയൊക്കെ നമുക്ക് പഠിപ്പിച്ചിട്ടും ദീനി ഇത്ര വ്യക്തമായി ഹദീസിലും ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ വഖർന ഫീ ബുയൂതികുന്ന, സ്ത്രീകൾക്ക് ഏറ്റവും നല്ലത് അവരുടെ വീടിന്റെ ഉള്ളറയാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ട് ഈ ഖുർആനും ഹദീസും വലിച്ചെറിഞ്ഞിട്ട് യോറ തോന്നിവാസത്തിനനുസരിച്ചിട്ട് നമ്മുടെ ഉമ്മമാരുടെ സഹോദരിമാരുടെ നിസ്കാരം ബാത്തിലാക്കാനും ഇബാദത്ത് മുടക്കാനും പച്ച തോന്നിവാസം ചെയ്യാനും വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഈ കൗമിന്റെ ഷർറിനെ തൊട്ട് എല്ലാവരും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ട ഉമ്മമാരോട് വളരെ സ്നേഹത്തോട് പറയാണ്, ഇത്തരത്തിലുള്ള ആളുകളുടെ ക്ലാസ് കേട്ടിട്ടോ പുസ്തകം വായിച്ചിട്ടോ അവരുടെ ചതിക്കുഴിയിൽ വീണു പോകരുത്. കാരണം ഇബിലീസിന്റെ അതേ കളിയാണ് ഈറ്റിങ്ങൾ കളിക്കുന്നുള്ളത്. ഇന്നിപ്പോ പറയുന്നതാണ്, വെള്ളിയാഴ്ചയും അതുപോലെ തന്നെ പെരുന്നാൾ ഒന്നിച്ചു വന്നാൽ ജുമാ നിസ്കരിക്കൽ നിർബന്ധമില്ല. അതുപോലെ തന്നെ നോമ്പിന് അത്താഴം കഴിക്കുന്ന സമയത്ത് ബാങ്ക് കൊടുത്താൽ പാത്രത്തിലുള്ള ഭക്ഷണം മുഴുവനായി കഴിക്കാം. ഇങ്ങനെ പറഞ്ഞിട്ട് മുഅ്മിനീങ്ങളുടെ ഉമ്മത്തിങ്ങളുടെ പാവപ്പെട്ട സാധുക്കളായ മുഅ്മിനീങ്ങളുടെ ഇബാദത്ത് മൊത്തം നോമ്പും തറാവീഹും ഒക്കെ ബാത്തിലാക്കുന്ന ഒരു സ്വഭാവമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരൊറ്റ ഉമ്മമാരും ഈ ഫിത്നയിലോ ഷർറിലോ പെട്ടുപോകരുത്. നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഇത്തരത്തിൽ പോകുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എന്റെ വോയിസ് അവർക്ക് ഷെയർ ചെയ്യാം. എല്ലാ നിരക്കുള്ള സമ്മതം തരികയാണ്. അവരുടെ കുതന്ത്രത്തിൽ ഷർറിൽ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ നാടിന് ഏറ്റവും വലിയ ശാപമാണ് ഐറ്റിങ്ങൾ. കാരണം ഇത്തരം നമ്മളെ ഇബാദത്ത് നോമ്പ് ഫസാദാക്കാൻ തുടങ്ങുന്നു. ബാങ്ക് മിന്നും ബാക്കൊക്കെ കൊടുത്തിട്ട് ഫിത്ന ഉണ്ടാക്കാൻ തുടങ്ങി. ഇപ്പോതാ ഇത്തികാഫിന്റെ പേര് പറഞ്ഞിട്ട് സ്ത്രീകളെ ഒന്നിച്ചിട്ട് പള്ളിക്ക് കൂട്ടാൻ തുടങ്ങി. ഇങ്ങനെ ഓരോ ഫിത്ന തുടങ്ങി അവസാനം നമ്മുടെ ഈമാൻ തന്നെ നശിപ്പിക്കുന്ന ഒരു സ്വഭാവം ഈറ്റുകൾ ഉണ്ടാക്കും. അതാണ് മഹാനായ ഇബ്നുൽ ജൗസി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഈമാൻ നഷ്ടപ്പെടുക എന്നുള്ളതിന്റെ ഒരു കാരണം പറഞ്ഞത് ബിദ്അത്ത് ഉണ്ടാകുക, വഹാബി ചമയുക. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരന്മാര്, ഇത്തരത്തിൽ മുസീബത്തിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു. ഇത്തരത്തിൽ ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്റെ വോയിസ് അയച്ചു കൊടുക്കുക, അവരെ ഉണർത്തുക. അള്ളാഹു നമ്മളെ ഈമാൻ സലാമത്താക്കി തരട്ടെ. അസ്സലാമു അലൈക്കും. അതിൽ പറയുന്ന ചുരുക്കം ഇതാണ്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടും പള്ളിയും തമ്മിൽ വളരെ അടുത്തായിരുന്നിട്ട് പോലും ആയിഷ റളിയല്ലാഹു പോലും ഒരു ജമാഅത്തിൽ പങ്കെടുക്കുകയോ ഇഅ്തികാഫിരിക്കുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ ഇരിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മോളെ, നല്ലത് വീടിന്റെ ഉള്ളറയാണ്. വഖർന ഫീ ബുയൂതികുന്ന എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഖുർആനും ഹദീസും വലിച്ചെറിഞ്ഞ് തോന്നിവാസത്തിനനുസരിച്ച് നമ്മുടെ ഉമ്മമാരുടെ സഹോദരിമാരുടെ നമസ്കാരം ബാത്തിലാക്കാനും ഇബാദത്ത് മുടക്കാനും പച്ച തോന്നിവാസം ചെയ്യാനും വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ട് ഈ കൗമിന്റെ ഷർറിനെ തൊട്ട് കാവലിനെ തേടുക. അങ്ങനെ പോവാണ് സംസാരം. അപ്പോ പള്ളിയിൽ പോകുന്നത് തോന്നിവാസം ചെയ്യാനാണ്, ഫിത്ന ആൾക്കാരാണ്, ഇബാദത്ത് ഫസാദാക്കലാണ്. അപ്പൊ വരെ ഷർറിനെ സൂക്ഷിക്കണം എന്നാണ് ഈ വോയിസിൽ ആളുകളെ അദ്ദേഹം ഉപദേശിക്കുന്നത്. ഇവിടെ ആദ്യം തന്നെ പറയാനുള്ളത്, ഇയാളുടെ ഷർറിനെ തൊട്ട് അള്ളാഹിനോട് കാവലിനെ തേടണം എന്നാണ്. നമ്മള് ഒരു കാര്യം ചെയ്യാൻ പാടുണ്ടോ അല്ലേ, ദീനിൽ അനുവദിക്കപ്പെട്ടതാണോ അല്ലേ എന്ന് മനസ്സിലാക്കേണ്ടത് ഖുർആനും സുന്നത്തും പൂർവികരായ പണ്ഡിതന്മാരൊക്കെ എന്ത് പറഞ്ഞു എന്ന് പരിശോധിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പരാമർശിച്ച വിഷയങ്ങളിൽ എല്ലാം ഖുർആനെതിരായ നിലപാടാണ്, ഹദീസിനെതിരായ നിലപാടാണ്, അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർക്കെതിരായ നിലപാടാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്ന് വ്യക്തമാക്കാൻ ഏതാനും ചില തെളിവുകൾ മാത്രം ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഒന്നാമതായി, പെണ്ണിന് വീടാണുത്തമം എന്ന് പറഞ്ഞ് പെണ്ണ് വീട്ടിൽ ഒതുങ്ങിയിരിക്കണം, പള്ളിയിൽ പോകാൻ പാടില്ല എന്ന് തെളിവ് പിടിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, ഇവരൊക്കെ അംഗീകരിക്കുന്ന ഖുർആൻ വ്യാഖ്യാതാവും അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതനുമാണ് ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുള്ള. അദ്ദേഹത്തിന്റെ തഫ്സീർ ഇബ്നു കസീറിലെ 6-ാം വാള്യം 363-ാമത്തെ പേജിൽ വഖൗലുഹു തആല വഖർന ഫീ ബുയൂതികുന്ന, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങിയിരിക്കണം എന്ന് പറയുന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്, ഇൽസംന ഫലാ തഖ്റുജ്ന ലിഗൈരി ഹാജ, ആവശ്യത്തിനല്ലാതെ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തു പോകരുത്, വീട്ടിൽ അടങ്ങിയിരിക്കണം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് പോകാം. എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നു, വമിനൽ ഹവായിജി ശർഇയ്യത്തി അസ്സലാത്തു ഫിൽ മസ്ജിദി ബിശർഇ, മതപരമായ ആവശ്യങ്ങളിൽപ്പെട്ടതാണ്
എന്ത് ഷർത്ത് നിബന്ധനയോടുകൂടി പള്ളിയിൽ നമസ്കരിക്കുക. അപ്പൊ പള്ളിയിൽ സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ വേണ്ടി പുറത്തുപോകൽ മതം അനുവദിച്ച ആവശ്യങ്ങളിൽപ്പെട്ട കാര്യമാണ്. എന്നാ മൗലിയാര് പറയുന്നതോ വഖർനഫി ബുയൂത്തിക്കുന്ന എന്ന് പറഞ്ഞിട്ട് പെണ്ണ് വീട്ടിലിരിക്കണം, പള്ളിയിൽ പോകാൻ പാടില്ല. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ് പള്ളിയിൽ പോകുക എന്നത് പെണ്ണിന്റെ മതപരമായ ആവശ്യമാണ്, അപ്പൊ അതിന് പോകാം. എന്നിട്ട് മുത്തഫഖുൻ അലൈഹിയായ ഹദീസും ഇബ്നു കസീർ തെളിവായി കൊടുക്കുന്നു. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്, അള്ളാഹുവിന്റെ അടിമകളായ സ്ത്രീകളെ അള്ളാഹുവിന്റെ പള്ളിയിൽ തൊട്ട് നിങ്ങൾ തടയരുത്. വൽയഖ്റുജ്ന വഹുന്ന തഫിലാത്ത്, അവർ പള്ളിയിലേക്ക് പോയിക്കൊള്ളട്ടെ, പുറപ്പെടട്ടെ, അവർ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കാത്തവരായി. അതാണ് ഷർത്ത്. സുഗന്ധദ്രവ്യം ഉപയോഗിച്ചുകൊണ്ട് പള്ളി പോകാൻ പാടില്ല. ഇതെല്ലാം തനിക്ക് പോയിക്കൊള്ളട്ടെ എന്ന ഹദീസ് അനുസരിച്ച് മതപരമായ ആവശ്യമാണ് പള്ളി പോകൽ. അതുകൊണ്ട് പെണ്ണിന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പള്ളിയിൽ പോകാം എന്ന് ഹാഫിദ് ഇബ്നു കസീർ പറയുന്നു. എന്നാ മുസ്ലിയാർ പറയുന്നത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇനി ഇബ്നു കസീറിന്റെ തഫ്സീറിന്റെ 6-ാം വള്ളിയും 62-ാമത്തെ പേജ്, അതിൽ ഹാദാ വയജൂസു ലഹാ ശുഹൂദ് ജമാഅത്തി റിജാലി ബിശർത്തി അല്ലാ തുദിയ അഹദൻ മിന റിജാലി ബിളുഹൂരി സീനത്തിൻ വലാ ഫീഹി തീബിൻ കമാ തബത ഫി സ്വഹീഹ്. പുരുഷന്മാരോടൊപ്പം സ്ത്രീക്ക് ജമാഅത്തിൽ പങ്കെടുക്കാം എന്നത് അനുവദനീയമാണ് എന്നതിൽ നിന്ന് മനസ്സിലാക്കാം. ഒരു ഷർത്തുണ്ട്. ഷർത്ത് എന്താണ്? പെണ്ണ് അങ്ങനെ പോവുകയാണെങ്കിൽ പുരുഷന്മാരിൽപ്പെട്ട ഒരാളെയും ഉപദ്രവിക്കാൻ പാടില്ല. അവളുടെ സീനത്ത് വെളിവായിക്കൊണ്ടോ അല്ലെങ്കിൽ സുഗന്ധം പരത്തിക്കൊണ്ടോ. അത് ഹദീസിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ട് വീണ്ടും അവിടെ ബുഖാരിയിൽ വന്ന ഹദീസ് കൊടുക്കുന്നു. ബുഖാരിയിൽ മുസ്ലിം വന്ന ഹദീസ് ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ അല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ അടിയാത്തികളായ സ്ത്രീകളെ അള്ളാഹുവിന്റെ പള്ളികളിൽ നിന്ന് തടയരുത്. ഇവിടെ മൂലിയാർ തടയാ ചെയ്യുന്നത്. ഇബ്നു കസീർ പറഞ്ഞത് ഹദീസ് ഓതിയിട്ട് സ്ത്രീകളെ പള്ളി പോണെ തടയാൻ പാടില്ല. പിന്നെ വേറെയും കുറെ ഹദീസുകളുണ്ട്. അതിലൊരു ഹദീസ് വായിക്കാം. സ്വഹീഹ് മുസ്ലിമിലുള്ള ഒരു ഹദീസ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ സൈനബ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞു, ഇദാ ഷഹിദത് ഇഹ്ദാകുന്നൽ മസ്ജിദ ഫലാ തമസ്സ തീബൻ, നിങ്ങൾ ആരെങ്കിലും പള്ളിയിൽ പോവുകയാണെങ്കിൽ സുഗന്ധം ഉപയോഗിക്കരുത് എന്ന് നബി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാണ് ഷർത്ത്. പിന്നെ ബുഖാരി മുസ്ലിമിന്റെ ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നു, കാന നിസാഉൽ മുഅ്മിനീന യശ്ഹദ്നൽ ഫജ്റ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൗലിയാർ പറഞ്ഞത് ഒരു വക്തിന് പോലും ആയിഷ ബീവി പള്ളിയിൽ പോയിട്ടില്ല, നബി പോണ്ടാന്ന് പറഞ്ഞു. അതേ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഹദീസ് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുകയാണ്. സത്യവിശ്വാസികളുടെ പെണ്ണുങ്ങൾ ഫജ്ർ നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പങ്കെടുക്കാറുണ്ടായിരുന്നു. ഫജ്റിന് സുബൈക്ക് പള്ളിയിൽ പോണെങ്കിൽ പങ്കെടുത്തിട്ട് ഇരുട്ടത്ത് പോണ്ടേ? അന്ന് സ്ട്രീറ്റ് ലൈറ്റും ബൾബും കാര്യമൊന്നും ഇല്ലല്ലോ. ആ ഇരുട്ടത്ത് പോലും അവർ പള്ളിയിൽ പോയിരുന്നു. തുമ്മ യർജിഅന മുത്തലഫിഅത്തിൻ ബിമുറൂതിഹിന്ന, അവരുടെ വസ്ത്രങ്ങൾ കൊണ്ട് ചുറ്റിപ്പൊതിഞ്ഞുകൊണ്ട് അവർ തിരിച്ചു വരികയും ചെയ്തു നിസ്കാരം കഴിഞ്ഞിട്ട്. മാ യുറഫ്ന മിനൽ ഗലസി, ഇരുട്ട് കാരണത്താൽ അവർ തിരിച്ചറിയപ്പെട്ടിരുന്നില്ല. അപ്പൊ ഈ ഇരുട്ടത്ത് അവർ നോക്കിയാൽ മനസ്സിലാവില്ല. അങ്ങനെ ഇരുട്ടുള്ള സമയത്താണ് നമസ്കാരം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നത് പോലും. അപ്പം പോകുന്ന സമയത്തേനേക്കാൾ ഇരുട്ടുണ്ടാവുമല്ലോ. എന്നിട്ട് പോലും നബി തടഞ്ഞിട്ടില്ല. ഇത് ആയിഷ ബീവി മാത്രമല്ല, നിസാഉൽ മുഅ്മിനീന യശ്ഹദ്ന, സത്യവിശ്വാസികളുടെ ഭാര്യമാർ എന്നാണ്. ആയിഷ ബീവി പോലും പോയില്ല എന്ന് പറഞ്ഞത് ഒരുപാട് ആളുകൾ പോയിരുന്നു, പോകാറുണ്ടായിരുന്നു എന്നാണ് ഇബ്നു കസീർ റഹിമഹുള്ള ഹദീസ് ധരിച്ചുകൊണ്ട് വ്യക്തമാക്കുന്നത്. ഇനി അപ്പത് അന്ന് ഫിത്നല്ലായിരുന്നപ്പോ ഫിത്ന തടയണം എന്ന് പറയുകയാണെങ്കിൽ അതിനും തെളിവുണ്ട്. അത് ഇബ്നു കസീർ ധരിക്കുന്നു. ബുഖാരിയിലും മുസ്ലിമുള്ള ഹദീസ് ആയിഷ തന്നെ പറയാൻ, ലൗ അദ്റക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദതൻ നിസാഉ ലമനഅഹുന്ന കമാ മുനിഅത് നിസാഉ ബനി ഇസ്രായീൽ. അപ്പോ നേരത്തെ ഫിത്നല്ലായിരുന്നു, ഇപ്പൊ ഫിത്നുണ്ട്, അതുകൊണ്ട് തടയണം, പെണ്ണുങ്ങൾ പോകാൻ പാടില്ല എന്നാണ് വാദമെങ്കിൽ ആയിഷ തന്നെ പറയാൻ, സ്ത്രീകൾ ഉണ്ടാക്കിയ ചില പുതിയ കാര്യങ്ങൾ എങ്ങാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ലമനഅഹുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളെ തടയുമായിരുന്നു. കമാ മുനിഅത് നിസാഉ ബനി ഇസ്രായീല, ബനു ഇസ്രായേലിയുടെ സ്ത്രീകൾ തടയപ്പെട്ടതുപോലെ. അപ്പൊ ബനു ഇസ്രായേലിലെ സ്ത്രീകളെ പള്ളിയിൽ പോകുന്നതിൽ തടഞ്ഞിട്ടുണ്ട്. അങ്ങനെ നബി തടയുമായിരുന്നു. നബി ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ, നബി കണ്ടിരുന്നെങ്കിൽ. അപ്പോ നബിന്റെ കാലത്ത് ഇല്ലാത്ത ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ആയിഷ റളിയല്ലാഹു അൻഹയോ സഹാബത്തോ തടഞ്ഞിട്ടില്ല. അതായത് അവർക്കാർക്കും തടയാൻ അധികാരമില്ല. നബി ഉണ്ടായിരുന്നെങ്കിൽ തടയുമായിരുന്നു. കാരണം നബിക്ക് വഹി കിട്ടിയ നബി തടയും. അപ്പൊ ഈ പറയുന്ന മുസ്ലിയാർക്കോ അല്ലെങ്കിൽ വേറെ ആർക്കും തടയാൻ അധികാരമില്ല എന്നുകൂടി ഈ ഹദീസ് വ്യക്തമാക്കും. ഇനി ശാഫി മദ്ഹബിലെ ഗ്രന്ഥങ്ങളായ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളായ അൽ ഹിദായ 20/134 അവിടെ സലാം വീട്ടിയാൽ ഇമാം എഴുന്നേറ്റ് പോകേണ്ടത് എങ്ങനെയാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അവിടെ പറയുന്ന വാചകം ഇതൊരു ബുക്കിൽ മാത്രമല്ല ഷാഫി ഫിഖ്ഹിലും പറയുന്നതാണ്. അമ്മാ ഇദാകാന ഖൽഫഹു നിസാഉ, ഇമാമിന്റെ പിന്നിൽ സ്ത്രീകളുണ്ടെങ്കിൽ ഫയുസ്തഹബ്ബു, അപ്പോൾ ഇമാമിന് മുസ്തഹബായത് നല്ലത് അൻ യസ്ബുത ബഅദ സലാമിഹി, സലാം വീട്ടിയ ശേഷം അവിടെ തന്നെ ഇരിക്കലാണ്. വയസ്ബുതു റിജാലു
ഖദറൻ യസീറൻ യദ്കുറൂന അല്ലാഹ ഹത്താ യൻസരിഫൻ നിസാ. സ്ത്രീകൾ പിരിഞ്ഞു പോകുന്നതുവരെ ദിക്ർ ചെല്ലുന്ന സമയം കുറച്ച് സമയം പുരുഷന്മാർ അവിടെ ഇരിക്കുക. വയുസ്തഹബ്ബു ലഹുന്ന അൻ യൻസരിഫന അഖിബ സലാമിഹി. ഇമാം സലാം വീട്ടിയ ഉടനെ സ്ത്രീകൾ പിരിഞ്ഞു പോകലാണ് അവർക്ക് നല്ലത്. അപ്പൊ സലാം വീട്ടിയാൽ ബേക്കിൽ പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ ഇമാം എന്ത് ചെയ്യണം, പുരുഷന്മാർ എന്ത് ചെയ്യണം, സ്ത്രീകൾ എന്ത് ചെയ്യണം എന്ന് വളരെ വ്യക്തമായി ഷാഫി മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന ആളുകൾ ഷാഫി മദ്ഹബുകാരാണെങ്കിൽ പോകാൻ പാടില്ല, തടഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാ ഷാഫി മദ്ഹബ് കിതാബിൽ എഴുതിച്ചത്? ഇത് മുസ്ലിയാർ ഇമാമക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്നാണല്ലോ ഷാഫി മദ്ഹബിന്റെ ഗ്രന്ഥത്തിൽ പറയുന്നത്. പെണ്ണുങ്ങൾ ബേക്കിലുണ്ടെങ്കിൽ സലാം വീട്ടി ഉടനെ എഴുന്നേറ്റ് പോകരുത്, കുറച്ചേരം അവിടെ ഇരിക്കണം ദിക്റുള്ള സമയം, എന്നിട്ട് പെണ്ണുങ്ങൾ പോയതിനു ശേഷം പിരിഞ്ഞു പോകാൻ പാടുള്ളൂ. അപ്പൊ പള്ളിയിൽ പോയാൽ പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ ഇമാം എന്ത് ചെയ്യണമെന്ന് മുസ്ലിയാരോടാണ് ഈ പറയുന്നത്. ഇതുപോലുള്ള മുസ്ലിയാക്കന്മാർ പറയുന്നു പെണ്ണുങ്ങൾ പള്ളിയിൽ പോകാൻ പാടില്ല. ഇനി അൽ മജ്മൂഅ് ശറഹുൽ മുഹദ്ദബ് 3-ാം ഭാഗം 489-ാമത്തെ പേജ്. ഖാല ശാഫിഈ വൽ അസ്ഹാബു റഹിമഹുല്ലാഹു തആല യുസ്തഹബ്ബു ലിൽ ഇമാമി ഇദാ സല്ലമ അൻ യഖൂമ മിൻ മുസല്ലാഹു അഖിബ സലാമിഹി. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിം ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാരും അവരൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഇമാമിന് മുസ്തഹബായ കാര്യം, സുന്നത്തായ കാര്യം, ഇദാ സല്ലമ സലാം വീട്ടിയാൽ നമസ്കാര സ്ഥലത്ത് നിന്ന് സലാം വീട്ടിയ ഉടനെ എഴുന്നേൽക്കലാണ്. അപ്പൊ അവിടെ ഇരുന്നിട്ട് കൂട്ടുപ്രാർത്ഥന നടത്തണ്ടെന്നുള്ള തെളിവ് കൂടി ഇതിനകത്തുണ്ട്. സലാം വീട്ടിയ ഉടനെ എണീറ്റ് പോകണോ ഇമാം. ഇദാലം യക്കുൻ ഖൽഫഹു നിസാഉ. സലാം വീട്ടിയ ഉടനെ എഴുന്നേറ്റ് പോകേണ്ടത് എപ്പോഴാ? ബേക്കിൽ പെണ്ണുങ്ങളില്ലെങ്കിൽ. ആകദാ ഖാലഹു ശാഫിഈ ഫിൽ മുഖ്തസരി വത്തഫഖ അലൈഹി അസ്ഹാബ്. മുഖ്തസറിൽ ഇമാം ഷാഫി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഷാഫി മദ്ഹബിലെ അനുയായികൾ അതിൽ ഏകോപിക്കുകയും ചെയ്തിരിക്കുന്നു, അതിനോട് യോജിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ ഷാഫി മദ്ഹബിന്റെ അഭിപ്രായം ഇതാണ്. അപ്പൊ ഈ മുസ്ലിയാർ ഷാഫി മദ്ഹബാണ്, ഇനി വേറെ മല്ലതുമാണെന്ന് അറിയില്ല. അപ്പൊ ഷാഫി മദ്ഹബിൽ എന്താ പറയുന്നത്? ഇമാമ് ഉടനെ എഴുന്നേറ്റ് പോകണം, പെണ്ണുങ്ങളില്ലെങ്കിൽ. ഉണ്ടെങ്കിലോ കുറച്ച് കഴിഞ്ഞിട്ടേ പോകാം, പെണ്ണുങ്ങൾ പോയതിനേശേ പോകാൻ പാടുള്ളൂ എന്ന് വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഞാൻ വാചകം വായിക്കുന്നില്ല. ഇതേ കാര്യം നിഹായത്തുൽ മുഹ്താജ് അതിന്റെ 1-ാം വാള്യം 552-ാമത്തെ പേജിൽ ഇതേ സംഗതി പറഞ്ഞിട്ടുണ്ട്. പിന്നെ തൊക്കെ ദർസിലൊക്കെ പഠിപ്പിക്കുന്ന കിതാബാണ് മുഗ്നിൽ മുഹ്താജ്, അതിന്റെ 1-ാം വാള്യം 183-ാമത്തെ പേജിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല ഗ്രന്ഥങ്ങളിലും ഈ കാര്യം പറഞ്ഞതായി കാണാം. അതിലൊക്കെ എന്താ മനസ്സിലാകുന്നത്? പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോകാം, പോയാൽ എന്ത് മര്യാദ പാലിക്കണം, എന്ത് ശർത്തോടു കൂടിയാണ് പോകേണ്ടത്, ഇത്രണ്ടെന്ന് പറഞ്ഞ് തടയാൻ പാടുണ്ടോ ഇല്ലേ. ഇനി മുസ്ലിയാർ പറയുന്നത് തറാവീഹിന് പോയി നമസ്കാരം ഫസാദാക്കാണ്, തോന്നിവാസത്തിനാണ് പോകുന്നത്. അപ്പൊ ഈ ഷാഫി മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ എഴുതി വെച്ച് തോന്നിയാസം ചെയ്യാൻ പോകുന്ന ആളുകൾക്കുള്ള ആദാബുകളാണോ, തമ്മാടികൾക്കുള്ള ആദാബാണോ ഈ പറയുന്നത്? ഇമാമ തമ്മാടിയാണോ? അപ്പൊ ഈ ജാതി മതവിരുദ്ധമായ കാര്യങ്ങളൊന്നും പറയരുതെന്നാണ് ദയവേത് പറയാൻ ഓർമ്മപ്പെടുത്താനുള്ളത്. തറാവീഹ് നമസ്കാരത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസമാണ് തറാവീഹ് നമസ്കാരം പള്ളിയിൽ ജമാഅത്തായി നമസ്കരിക്കുന്നത്. ഇത് ഹദീസുകളുണ്ട്. അതിൽ ചില ഹദീസുകളുടെ ഭാഗം ഞാൻ ഇവിടെ വായിക്കാം. സ്ത്രീകൾക്ക് തറാവീഹ് നമസ്കാരത്തിന് പള്ളിയിൽ പോകാൻ പറ്റുമോ പറ്റൂല, നബി തടഞ്ഞതാണോ അല്ല ക്ഷണിച്ചതാണോ, പിരിച്ചുവിട്ടതാണോ അല്ല ഒരുമിച്ച് കൂട്ടിയതാണോ? ഇമാം തിർമിദി അദ്ദേഹത്തിന്റെ ഹദീസ് ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള 806-ാം നമ്പർ ഹദീസിൽ രാത്രി നമസ്കാരത്തിന്റെ 3-ാമത്തെ ദിവസത്തെ കുറിച്ച് പറയാണ്. 3 ദിവസം നബി നമസ്കരിച്ചതിൽ 3-ാമത്തെ ദിവസം എന്ത് സംഭവിച്ചു? വദഅ അഹ്ലഹു വനിസാഅഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വീട്ടുകാരെയും തന്റെ ഭാര്യമാരെയും ക്ഷണിച്ചു. എങ്ങോട്ട്? പള്ളിയിലേക്ക് വരാൻ നിസ്കരിക്കാൻ. ഫഖാമ ബിനാ, ഞങ്ങളെയുമായി നബി ഇമാമത്ത് നമസ്കരിച്ചു. ഹത്താ തഖവ്വഫ്നൽ ഫലാഹ, അത്താഴം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നത് വരെ. അപ്പൊ എന്താണ്? തറാവീഹ് നിസ്കാരം പകലല്ലല്ലോ ഉണ്ടാവുക, രാത്രിയല്ലേ. ഈ രാത്രിയിൽ ഇന്നത്തെ പോലെ ലൈറ്റും കാര്യമൊന്നും ഇല്ലാത്ത കാലത്ത് പെണ്ണുങ്ങളോട് വരാൻ വേണ്ടി നബി പറഞ്ഞു, ക്ഷണിച്ചു. ഇനി നസായി ഉദ്ധരിച്ചിട്ടുള്ള 1605-ാം നമ്പർ ഹദീസ് 3-ാമത്തെ ദിവസം നബി ഞങ്ങളെയുമായി നമസ്കരിക്കാൻ നിന്നു. വജമഅ അഹ്ലഹു വനിസാഅഹു, മുകളിൽ പറഞ്ഞ അതേ വാചകം. ഇനി ഇതേ കാര്യം നസായി തന്നെ 1364-ാം നമ്പർ ഹദീസ് കാണാം. അർസല ഇലാ ബനാതിഹി വനിസാഇഹി വഹശദന്നാസ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പെൺമക്കളിലേക്കും ഭാര്യമാരിലേക്കും ഒക്കെ ദൂതനെ പറഞ്ഞയച്ചു. എന്തിനാണ്? പള്ളിയിലേക്ക് വരാൻ. എന്തിന്? ചീരണി പിടിക്കാനല്ല, നേർച്ചക്കല്ല, മറിച്ച് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ, രാത്രി തറാവീഹ് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വിളിക്കാൻ ഒരാളെ വിട്ടു. അങ്ങനെ ജനങ്ങളെയൊക്കെ നബി ഒരുമിച്ച് കൂട്ടി. 4-ാമത്തത് അബൂദാവൂദിന്റെ 1375-ാം നമ്പർ ഹദീസ്. ഫലമ്മാ കാനത്തി താലിദത്തു ജമഅ അഹ്ലഹു വനിസാഅഹു വന്നാസ. 3-ാമത്തെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വീട്ടുകാരെയും ഭാര്യമാരെയും ജനങ്ങളെയും ഒരുമിച്ച് കൂട്ടി. 5-ാമത്തത് ഇബ്നു മാജ 1327-ാമത്തെ ഹദീസ്, ഇതേ വാചകം. ഫജമഅ നിസാഅഹു വഅഹ്ലഹു വജ്തമഅ അന്നാസു. സ്ത്രീകളെയും വീട്ടുകാരെയും നബി ഒരുമിച്ച് കൂട്ടി. അങ്ങനെ ജനങ്ങൾ പള്ളിയിൽ ഒരുമിച്ച് കൂടി.
ആറാമത്തത് ഇബ്നു ഹിബ്ബാൻ 2547 നമ്പർ ഹദീസ്, അബൂദാവൂദ് 1245 നമ്പർ ഹദീസ്, വജമഅ അഹ്ലഹു വനിസാഅഹു. അപ്പോൾ ഇവിടെ ഞാൻ 6 ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള വാചകങ്ങൾ വായിച്ചു. ഇതിലൊക്കെ എന്താ ഉള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തറാവീഹ് നമസ്കാരത്തിന് വേണ്ടി ആകെ 3 ദിവസം നിസ്കരിച്ചതിൽ 3-ാം ദിവസം നബി ഭാര്യമാരെയും സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ വിളിച്ചു വരുത്തി, ക്ഷണിച്ചു വരുത്തി, ഒരുമിച്ച് കൂട്ടി, ദൂതനെ വിട്ട് വിളിച്ചു എന്നൊക്കെ പറയും. അപ്പോ ഇത് നബി തടഞ്ഞതാണോ, പിരിച്ചുവിട്ടതാണോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മുസ്ലിയാർ വരുന്ന തോന്നിയാസം ചെയ്യാനാണോ? അപ്പൊ നബിനെ കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? നബിന്റെ കാലത്ത് അങ്ങനെ പള്ളിയിൽ പോയ പെണ്ണുങ്ങളെ കുറിച്ച് ഈ പറഞ്ഞ അഭിപ്രായം ഉണ്ടോ? എന്താണ്? തോന്നിവാസം ചെയ്യാൻ വേണ്ടി, പച്ചത്തോന്നിവാസം, മുസ്ലിയാരോട് പച്ചത്തോന്നിവാസം ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതാണ്. ആരെക്കുറിച്ചാണ് പറയുന്നത് മുസ്ലിയാർ നല്ലോണം ഓർക്കണം. അള്ളാഹുവിന്റെ പ്രവാചകനെ കുറിച്ചും സഹാബ വനിതകളെ കുറിച്ചും ഉമ്മഹാത്തുൽ മുഅ്മിനാത്തുകളെ കുറിച്ചാണ് ഈ പറയുന്നത്. എന്തൊരു വർത്താനായിരുന്നു. ഇനി എഴുത്തിക്കാഫിരിക്കാൻ പാടുണ്ടോ ഇല്ലേ? മുത്തഫഖുൻ അലൈഹിയായ ഹദീസ്, ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്. ബുഖാരി റഹിമഹുല്ല 2026 നമ്പറായും മുസ്ലിം റഹിമഹുല്ല 1172 നമ്പറായും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ മുസ്ലിയാർ പറഞ്ഞിട്ടുള്ള, ആയിഷ ബീവി പോലും ഒരു ചുമരിന്റെ അപ്പുറത്ത് പള്ളിന്റെ ആയിട്ട് പോയില്ല എന്ന് കളവ് പറഞ്ഞിട്ടുള്ള, ആരോപിച്ചിട്ടുള്ള ആയിഷ റളിയല്ലാഹു അൻഹ തന്നെയാണ് ഈ ഹദീസും ഉദ്ധരിക്കുന്നത്. എന്താണ്? മുസ്ലിയാർ കളവാരോപിച്ച ആയിഷ ബീവി കാന യഅ്തഖിഫുൽ അശ്റൽ അവാഖിറ മിൻ റമളാൻ ഹത്താ തവഫാഹുല്ലാഹ്. അല്ലാഹു നബിയെ മരിപ്പിക്കുന്നത് വരെ റമളാനിന്റെ അവസാനത്തെ 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫിരിക്കാറുണ്ടായിരുന്നു. സുമ്മ ഇഅ്തഖഫ അസ്വാജുഹു മിൻ ബഅദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം നബിയുടെ ഭാര്യമാരും ഇഅ്തികാഫിരുന്നിരുന്നു. അപ്പോ നബി മരിച്ചതിന് ശേഷം തമ്മിന്റെ ഭാര്യമാരൊക്കെ വിദേഹത്തുണ്ടാക്കിയതാണോ? തോന്നിയാസം ചെയ്യാൻ വേണ്ടി പള്ളിയിൽ പോയതാണോ? അപ്പൊ അവിടെ തോന്നിയാസം ചെയ്യാൻ ആടാണ്ടാകാ സഹാബികളോ? എന്താണ് മുസ്ലിയാർ ഈ പറയുന്നത്? അപ്പോ ഇനി നബിന്റെ കാലഘട്ടത്തിൽ തന്നെ നബിന്റെ ഭാര്യമാർ ഇഅ്തികാഫ് ഇരുന്നിരുന്നുവെന്നും നബിയോട് സമ്മതം ചോദിച്ചിരുന്നുവെന്നും പള്ളിയിൽ ടെന്റ് കെട്ടിയിരുന്നു എന്നൊക്കെ പറയുന്ന ഹദീസും ഇമാം ഇബ്നു കസീർ തന്നെ ഉദ്ധരിച്ചിട്ടുണ്ട്. ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച ഹദീസ് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇബ്നു കസീർ ഉദ്ധരിക്കുന്നത് എന്താ വെച്ചാൽ ഷാഫി മദ്ഹബിന്റെ ഗ്രന്ഥം ഉദ്ധരിക്കുന്നത് ഷാഫി മദ്ഹബിൽപ്പെട്ട ആൾക്കാരാണല്ലോ ഈ കാര്യങ്ങൾ പറയുന്നത്, അവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതേ വിഷയത്തിൽ തന്നെ ഈ ഹദീസിന്റെ പുറമെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ തഫ്സീർ 1-ാം ഭാഗം 383-ാമത്തെ പേജിൽ പറയുന്നത്, വഫീ ദിക്രിഹി തആല അൽ ഇഅ്തികാഫ ബഅദ സിയാമി ഇർഷാദും വ തൻബീഹുൻ അലൽ ഇഅ്തികാഫ് ഫി സിയാമി ഔ ഫി അവാഖിർ ശഹ്രി സിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഇഅ്തികാഫിനെ കുറിച്ച് പറയാനുള്ള കാരണം എന്താണ്? അതിൽ ഒരു നിർദ്ദേശവും ഉണർത്തലുമുണ്ട്. നോമ്പിൽ അല്ലെങ്കിൽ നോമ്പിന്റെ അവസാനത്തെ 10 ഇഅ്തികാഫിനെ സംബന്ധിച്ച് ഉണർത്താൻ വേണ്ടിയാണ് നോമ്പിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഇഅ്തികാഫിനെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയാണ് ഹദീസിൽ സ്ഥിരപ്പെട്ടതുപോലെ എന്ന് പറഞ്ഞിട്ട് മുകളിൽ ഞാൻ വായിച്ചിട്ടുള്ള അതേ ഹദീസ് ഇവിടെയും കൊടുക്കുന്നു. സുമ്മ ഇഅ്തഖഫ അസ്വാജുഹു മിൻ ബഅദിഹി അഖ്റജാഹു. ബുഖാരിയും മുസ്ലിമും റഹിമഹുമുല്ലാഹ് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാകുന്നു. നബിന്റെ ശേഷം നബിന്റെ ഭാര്യമാർ പള്ളിയിൽ ഇഅ്തികാഫിരുന്നിരുന്നു. അപ്പൊ നബിന്റെ ഭാര്യമാരെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇവര് തോന്നിയാസത്തിന് പോയതാണോ? അതിന് ആ ഭാര്യമാര് പിന്നെ തമ്മാടികളാണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇത് പറഞ്ഞ് ഇബ്നു കസീറിനെ കുറിച്ച് തോന്നിവാസം പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ് എന്ന് അഭിപ്രായമുണ്ടോ? ഇനി വീണ്ടും അദ്ദേഹം പറയാൻ, ഇബ്നു കസീർ പറയാൻ, ബുഖാരി മുസ്ലിമിലുള്ള ഹദീസ്, അന്ന സഫിയ്യത ബിൻത ഹുയയ്യിൻ കാനത് തസൂറു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ മുഅ്തഖിഫുൻ ഫിൽ മസ്ജിദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഇഅ്തികാഫിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭാര്യ സഫിയ്യ ബിൻത് ഹുയയ്യ് റളിയല്ലാഹു അൻഹാ പള്ളിയിൽ പോയി സന്ദർശിക്കാറുണ്ടായിരുന്നു. ഇഅ്തികാഫിരിക്കുന്ന ഭർത്താവിനെ സന്ദർശിക്കാൻ ഭാര്യയായ സഫിയ്യ റളിയല്ലാഹു അൻഹ പള്ളിയിൽ പോയിരുന്നു. അതിന്റെ ബാക്കി കാര്യങ്ങളുണ്ട്, അവിടെ അത്ര മതി. ഇനി പെരുന്നാൾ നിസ്കാരം പള്ളിയിലല്ല പുറത്താണല്ലോ. ഈദ്ഗാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പോലും പള്ളിയിൽ വെച്ച് പെരുന്നാൾ നിസ്കാരം നിർവഹിച്ചതായി സ്വഹീഹായ ഹദീസുകളില്ല. ഒരു മഴ ഉണ്ടായപ്പോ പള്ളിയിൽ വെച്ച് നിസ്കരിച്ചു എന്നുള്ളത് ലൈഫായ ഹദീസാണ്. എന്നാൽ നബി മുസല്ലയിൽ വെച്ചാണ് നിസ്കരിച്ചത്. മുസല്ലൽ ഈദ്, നിസ്കരിക്കാൻ വേണ്ടി തയ്യാറാക്കുന്ന സ്ഥലങ്ങൾ പള്ളിക്ക് പുറത്തു. ഇന്നും അതേ സ്ഥലങ്ങളിൽ പിൽക്കാലത്ത് സ്ഥാപിക്കപ്പെട്ട പള്ളികൾ മദീനത്ത് പോയേക്കാണ്. അപ്പൊ നബിന്റെ കാലത്ത് നബിന്റെ ഭാര്യമാരും സഹാബ വനിതകളുമൊക്കെ ഈദ്ഗാഹിൽ പങ്കെടുത്തിരുന്നു. ഉമ്മു അത്തിയ റളിയല്ലാഹു അൻഹ അൻസാരികളിൽപ്പെട്ട മഹദിയാണ് ഉമ്മു അത്തിയ റളിയല്ലാഹു അൻഹ. ആ ഉമ്മു അത്തിയ റളിയല്ലാഹു അൻഹ പറയാണ്, ഉമിർനാ അൻ നുഖ്രിജൽ ഹുയ്യള യൗമൽ ഈദൈൻ. 2 പെരുന്നാൾ ദിവസങ്ങളിൽ ആർത്തവകാരികളായ സ്ത്രീകളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടു. എന്ന് പറഞ്ഞാൽ വീട്ടിൽ കുത്തിരിക്കേണ്ട, വീട്ടിൽ നിന്ന് പുറത്തിറക്കി കൊണ്ടുവരണം. എങ്ങോട്ടാ? മുസല്ലൽ ഈദിലേക്ക്, മുസ്ലിയാക്കന്മാർ പറയുന്ന ഗ്രൗണ്ടിലേക്ക്, മൈതാനിയിലേക്ക്. പള്ളി ഉണ്ടായിട്ട് മൈതാനത്താണ് നിസ്കരിക്കുന്നത്. അപ്പൊ ആണുങ്ങളോട് മാത്രമല്ല,
നിസ്കരിക്കാവുന്ന പെണ്ണുങ്ങളോടല്ല, ആർത്തവള്ള പെണ്ണുങ്ങളെ വരെ വീട്ടിൽ നിന്ന് പുറത്തിറക്കി കൊണ്ടുവരാൻ ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടു. വദവാത്തിൽ ഹുദൂരി, ആർത്തവമുള്ളവരും ഇനി ആർത്തവമില്ലാത്ത അറകളിൽ കഴിയുന്ന തരുണികളായ പെണ്ണുങ്ങൾ, കല്യാണം കഴിക്കാത്ത വിവാഹപ്രായമെത്തിയ പെണ്ണുങ്ങളെയും വയഷ്ഹദ്ന ജമാഅത്തൽ മുസ്ലിമീന, എന്തിനാണ് മുസ്ലിം ജമാഅത്തിന്റെ ഈ പെരുന്നാൾ ഖുത്ബയിലും വദഅവതഹും, അവരുടെ പ്രാർത്ഥനയിലും ഈ സ്ത്രീകൾ പങ്കെടുക്കട്ടെ. വയഅ്തസിലുൽ ഹുയ്യദു അൻ മുസല്ലാഹുന്ന, അവരുടെ നമസ്കാര സ്ഥലത്ത് നിന്ന് ആർത്തവകാരികൾ വിട്ടുക്കട്ടെ. നമസ്കരിക്കുമ്പോൾ മാറിക്കുക, അല്ലാത്തപ്പോ പ്രാർത്ഥനയും ഖുത്ബയോ കടക്കുമ്പോ അവിടെ ഇരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നല്ല നിർദ്ദേശം, നല്ല അനുവദനീയാണെന്നല്ല, ഉമിർന, ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടു, നബി കൽപ്പിച്ചു. പെണ്ണുങ്ങൾ പുറത്തിറങ്ങണ്ട, പൊരേ തന്നെ കുത്തിരുന്നാ മതി, അതുകൊണ്ട് ഈദ്ഗാഹിലേക്ക് മുസല്ലയിലേക്കൊന്നും പോകണ്ടെന്നല്ല. ഈ പറയുന്ന വഖർന ഫീ ബുയൂത്തുഹുന്ന ഖൈറുല്ലഹുന്ന എന്നൊക്കെ ആയത്തും ഹദീസും ഒക്കെ പറഞ്ഞു കൊടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് നിങ്ങൾ വീട്ടിനുള്ളിൽ കുത്തിരിക്കല്ലേ വേണ്ടത്, ഇങ്ങോട്ട് ഇറങ്ങി വരൂ എന്ന് കൽപ്പിച്ചത്. അപ്പൊ ഒരു സ്ത്രീ ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, അല്ലയോ പ്രവാചകരെ, ഞങ്ങളിൽ ഒരാൾക്ക് ജിൽബാബ്, ഒന്നായി മൂടി ധരിക്കാൻ പറ്റുന്ന വസ്ത്രമില്ലെങ്കിലോ പർദ്ദയില്ലെങ്കിലോ ഞങ്ങൾ എന്ത് ചെയ്യണം? എന്നാ പോരാതക്കണോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിതുൽബിസ്ഹാ സാഹിബതുഹാ മിൻ ജിൽബാബിഹാ, ഇല്ലാത്തവളെ അവളുടെ കൂട്ടുകാരി അവളുടെ വസ്ത്രം കൊടുത്ത് അവളെ അണിയിക്കട്ടെ. അപ്പൊ വായ്പ കൊടുത്ത് അണിയിച്ച് അവളെയും കൂടി കൊണ്ടുവരണം. ജിൽബാബ് ഇല്ലെങ്കിലും വീട്ടിലിരിക്കണ്ട, തന്റേത് കൊടുത്ത് അണിയിച്ചിട്ട് അവളെയും കൂടി കൂട്ടി വരണം. ഇത് ഇമാം ബുഖാരി തന്റെ സഹീൽ ധരിച്ചിട്ടുള്ള 351 നമ്പർ ഹദീസാണ്. അപ്പോ പള്ളിയിൽ പോവുക, നിസ്കാരങ്ങളിൽ പങ്കെടുക്കുക, ജുമാക്ക് പങ്കെടുക്കുക, എഴുത്തികാഫ് ഇരിക്കുക, പള്ളിയിൽ ഭർത്താവിനെ സന്ദർശിക്കുക, അതുപോലെ തന്നെ എഴുത്തികാഫ് ഇരിക്കുക, പെരുന്നാൾ ഈദ്ഗാഹുകളിൽ പങ്കെടുക്കുക. പിന്നെ പള്ളിയിൽ പോവുകയാണെങ്കിൽ അവിടെ സ്ത്രീകൾ ബേക്കൽ നിസ്കരിക്കുകയാണെങ്കിൽ എന്ത് മര്യാദ പാലിക്കണം? ഇതൊക്കെ ഖുർആനും ഹദീസും ഷാഫി മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളും തഫ്സീറും ഉദ്ധരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് തോന്നിവാസമാണെങ്കിൽ, ഇബാദത്ത് ഫസാദാക്കലാണെങ്കിൽ, പിന്നെ നമസ്കാരം ബാത്തിലാക്കി കളയലാണെങ്കിൽ, നോമ്പ് ബാത്തിലാക്കലാണെങ്കിൽ, ഈ ആരോപണം മുസ്ലിയാരെ നിങ്ങൾ പറയുന്നത് നബിനെ കുറിച്ചും സഹാബത്തിനെ കുറിച്ചും നബിന്റെ ഭാര്യമാരെ കുറിച്ചുമാണ്. എത്ര ഗുരുതരമായ ആരോപണമാണ്. അപ്പൊ അത്ര വ്യക്തമായ തെളിവുകൾ ഉണ്ടായിരിക്കെ ഇനി ഫിത്ന ഉണ്ടാകുമെന്ന് പേടിച്ചിട്ട് തടയാണെങ്കിലും തടയാൻ അധികാരമില്ല. കാരണം തടയരുത്. നബി ആയിഷ ബീവി തടഞ്ഞിട്ടില്ല, സഹാബത്ത് തടഞ്ഞിട്ടില്ല. നബി ഉണ്ടെങ്കിൽ തടയുമായിരുന്നു എന്നാണ്. ഇപ്പോഴും നബി ഇല്ല, തടയാൻ നമുക്ക് അധികാരമില്ല. അതുകൊണ്ട് അള്ളാഹിന്റെ പ്രവാചകൻ പറഞ്ഞില്ല, തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്, അള്ളാഹുവിന്റെ മസ്ജിദുകളെ തൊട്ട് അള്ളാഹുവിന്റെ അടിമകളായ സ്ത്രീകളെ നിങ്ങൾ തടയരുത് എന്നത് മുസ്ലിയാമാരോടും മൗലവിമാരോടും അതുപോലെ തന്നെ ഭർത്താക്കന്മാരോടും വീട്ടിലെ ആണുങ്ങളോടൊക്കെ ഉള്ള അള്ളാന്റെ കൽപ്പനയാണ്. തടയരുത്. തടഞ്ഞാൽ തടയുന്നവൻ അള്ളാന്റെ കൽപ്പനക്കെതിരാണ്, നബിന്റെ കൽപ്പനക്കെതിരാണ് പ്രവർത്തിക്കുന്നത്.